ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങ നീര് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് വിധം നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത്, 1 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തത്, അതുപോലെ ഗരം മസാല, പട്ട, കരയാമ്പൂ, ഏലക്ക എന്നിവയെല്ലാം ചേർന്ന സ്പൈസസ് എല്ലാം എടുക്കണം. ചതയ്ക്കാനായിട്ട് കുറച്ചെടുത്താൽ മതിയാവും. 2 പച്ചമുളക്, അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില. കൂടാതെ ഞാനിവിടെ 3 വലിയ സവോള നേർമയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി ഭാഗം നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതും ബാക്കിയുള്ള പകുതി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ പകുതി ഭാഗം സവോള നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. കടായി നമ്മളിവിടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള സവോള ഇതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഈ വഴറ്റുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നടുവ് കീറിയത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്താൽ മതിയാവും. മസാലകളെല്ലാം നമ്മൾ ചിക്കനിൽ പുരട്ടി വച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാം കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. പിന്നീട് ചിക്കനിൽ നിന്ന് മൂറി വരുന്ന ഈ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ നമ്മളിവിടെ മൂടി വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ചേർത്തതിന് ശേഷം ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും